ഓരോ വർഷവും നീറ്റ് JEE കോച്ചിങ് എടുക്കാൻ വേണ്ടി വരുന്ന കുട്ടികളുടെ മനസ്സിലുള്ള ഏറ്റവും തെറ്റായ ഒരു ധാരണ പറഞ്ഞിട്ട് തുടങ്ങാം എന്നുള്ളതാണ്. ഞാൻ നല്ല ഡിറ്റർമിൻഡാണ്, അവസാനം വരെ ഞാൻ പൊരുതും എന്ന് വിചാരിച്ചു വരുന്ന ഒരു കാര്യമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹമാണ് അവസാനം വരെ പൊരുതണം, നിങ്ങൾ നല്ല ഡിറ്റർമിൻഡ് ആണെന്നുള്ളത് നിങ്ങളുടെ കോൺഫിഡൻസ് ആണ്. ബട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വൺ തിങ്, നിങ്ങളുടെ ഡിറ്റർമിനേഷൻ എന്ന് പറയുന്ന സാധനം ഒരു ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള സാധനമല്ല. അത് നമുക്ക് അവസാനം വരെ ഇങ്ങനെ തീർന്ന സാധനമല്ല. ഇറ്റ് ഈസ് ലൈക്ക് എ ബാറ്ററി ഓൺലി. നമ്മുടെ ഒരു ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ബാറ്ററി പോലെയാണ്. നമ്മൾ ഓരോ ദിവസം പഠിക്കാനിരിക്കുന്ന സമയത്തും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോ തരി വീതം ചാർജ് കുറഞ്ഞു വരും. ഒരു ദിവസം, 2 ദിവസം, 3 ദിവസം, അങ്ങനെ 30 ദിവസം കഴിഞ്ഞ്, 60 ദിവസം കഴിഞ്ഞ്, 100 ദിവസമൊക്കെ ആവുന്ന സമയത്തേക്ക് ഈ ബാറ്ററി ഇങ്ങനെ കുറഞ്ഞ് എം ടി ആവാനുള്ള സാധ്യതകളെല്ലാം ഇപ്പോഴും ഉണ്ട്. പഠിക്കാനിരിക്കുമ്പോൾ മാത്രമല്ല, ജീവിതത്തിൻ്റെ ഏതൊരു മേഖലയിലേക്ക് പോകുന്ന സമയത്തും ഡിറ്റർമിനേഷൻ എന്ന് പറയുന്ന സാധനം, വിൽ പവർ എന്ന് പറയുന്ന കാര്യം ഇങ്ങനെ തന്നെയാണ്. നമ്മൾ ജിമ്മിൽ പോകുന്നതും ബുക്ക് വായിക്കാൻ തുടങ്ങുന്നതും പഠിക്കാൻ തുടങ്ങുന്നതുമായിട്ടുള്ള ഒരുപാട് എക്സാമ്പിളുകൾ ഇതിന് മുന്നേയും നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. ആ സമയത്തൊക്കെ നമ്മളുടെ ഡിറ്റർമിനേഷൻ, വിൽ പവർ എന്നൊക്കെ പറയുന്ന സാധനം ചോർന്നു പോയതായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. സോ വാട്ട് ഈസ് ദ ടോപ്പേഴ്സ് ഡു, ഹൗ ദ ടോപ്പേഴ്സ് മാനേജസ് ദെയർ വിൽ പവർ എന്ന് പറയുന്ന സംഗതിയിൽ ഏറ്റവും അധികം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദ ടോപ്പേഴ്സ് അവർ ഒരിക്കലും അവരുടെ വിൽ പവറിനെ അല്ല അവർ ഡിറ്റർമിൻ ചെയ്ത് നിൽക്കുക, അവരുടെ എൻവയോൺമെൻറ്റിനെയാണ് അവർ നോക്കുന്നുണ്ടാവുക. നമ്മളുടെ ചുറ്റുമുള്ള ഡിസ്ട്രാക്ടേഴ്സ് നമ്മുടെ വിൽ പവർ ചോർന്നു പോകുന്നതിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ കാരണമാവുന്ന കാര്യങ്ങൾ അവർ കംപ്ലീറ്റ്ലി ഒഴിവാക്കി വെക്കും. നമ്മുടെ വിൽ പവറിനെ കൂട്ടാവുന്ന കാര്യങ്ങൾ ചുറ്റും നിറച്ച് വെക്കും. സോ അങ്ങനെ അവരുടെ എൻവയോൺമെൻറ്റിനെ കുറച്ചും കൂടി കൺട്രോൾ ചെയ്യാൻ വേണ്ടി നോക്കും, ക്യൂറേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കും. അത്തരത്തിൽ അവർക്ക് കുറച്ചും കൂടി സസ്റ്റെയിൻഡ് ആയിട്ട്, കുറച്ചും കൂടി ലോങ് കാലത്തിലേക്ക്, കുറച്ചധികം സമയത്തേക്ക് ഇവർക്ക് വർക്ക് എടുക്കാനുള്ള ഒരു എബിലിറ്റി അവരുണ്ടാക്കിയെടുക്കും എന്നുള്ളതാണ്. സോ ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 എക്സാമ്പിളുകൾ മാത്രം പറഞ്ഞു പോകാം. ഒന്നാമത്തെ കാര്യം മൊബൈൽ ഫോണാണ്. രണ്ടാമത്തെ കാര്യം നമ്മുടെ ഫ്രണ്ട്സാണ്. മൂന്നാമത്തെ കാര്യം നമ്മൾക്ക് കിട്ടുന്ന ചില്ലാക്കാൻ വേണ്ടിയിട്ട്, വൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്, എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസാണ്. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കാന്നുള്ളത്. മൊബൈൽ ഫോൺ, വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് മൊബൈൽ ഫോൺ ഇൻ എ ലേണിംഗ് എൻവയോൺമെൻറ്റ്? നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് മൊബൈൽ ഫോൺ ഉണ്ട്, നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് പോലെയുള്ള കാര്യങ്ങൾ യഥേഷ്ടം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ അതിൽ വരുന്ന ന്യൂസുകൾ, റീലുകൾ, അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മൈൻഡിൻ്റെ ഒരു ഭാഗം ഓൾവേസ് അതിലേക്ക് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് അങ്ങനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കാനുള്ള സാധ്യതകൾ വളരെ ഹൈ ആണ്. ഇനി അത് അങ്ങനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഡിറ്റർമിനേഷൻ കുറഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ടാവും. സോ വാട്ട് ഈസ് യുവർ ഡിസിഷൻ അബൌട്ട് മൊബൈൽ ഫോൺ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഉറപ്പായിട്ടും അത് മാറ്റി വെക്കേണ്ട ഒരു കാര്യമാണെന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ കൂടെ ഇരുന്ന് പഠിക്കുന്ന സ്റ്റുഡൻസും. നമ്മൾ ഒരു ദിവസം രാവിലെ നല്ല എനർജറ്റിക് ആയിട്ട്, ഇന്നത്തെ ദിവസം ഞാൻ നല്ലോണം പഠിക്കണം എന്നുള്ള രൂപത്തിൽ തന്നെയാണ് വന്നിരുന്നത്. രാവിലെ തുടങ്ങിയതാണ്, വൈകുന്നേരം 3 മണി 4 മണി വരെയൊക്കെ നമ്മളെ എങ്ങനെയൊക്കെയോ എത്തിച്ചു. 4 മണി ആയപ്പോഴത്തേക്കും നമ്മൾ നല്ല ഡ്രെയിൻഡായി. ഈവനിങ് 4 മണിയാകുമ്പോൾ ഇനിയും നമുക്കറിയാം രാത്രി 10 മണി വരെ നമുക്ക് കുറച്ചധികം സമയം കൂടി എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്, കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ചെയ്യാൻ നമ്മൾ റെഡിയുമാണ്, പക്ഷെ നമുക്ക് എനർജി ഇല്ല. ആ സമയത്ത് തൊട്ടപ്പുറത്തിരിക്കുന്ന നമ്മുടെ ഫ്രണ്ട് ഒരാവേശത്തിലൊന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വീണ്ടും പഠിക്കാൻ വേണ്ടി പോവുക. അവൻ നിന്നെ വിളിക്കുകയാണ്, അവിടെ ഒന്ന് വാ നമുക്കിരുന്ന് പഠിക്കാം എന്ന് പറയുന്ന സമയത്ത് അങ്ങനെ കൂടെ പഠിക്കാനുള്ള ഫ്രണ്ട്സ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് നമ്മളുടെ ഡിറ്റർമിനേഷനെ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്ന സാധനങ്ങളാണ്. സോ ഓൾവേസ് ബി വിത്ത് സച്ച് പീപ്പിൾ. അങ്ങനത്തെ ആളുകളുടെ അടുത്തേക്ക് നിൽക്കുക എന്നുള്ളതാണ്. എൻവയോൺമെൻറ്റിൽ നമ്മൾ പറയുക, ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന നോയ്സുകൾ, ഡിസ്ട്രാക്ഷൻസ്, ഡിസ്ട്രാക്ടേഴ്സ് ആയിട്ടുള്ള ആളുകൾ, അവരെയൊക്കെ ഫിൽറ്റർ ഔട്ട് ചെയ്ത് കീപ്പ് ചെയ്ത് വെക്കുക എന്നുള്ള കാര്യമാണ്. നിങ്ങൾ പഠിക്കുന്ന എൻവയോൺമെൻറ്റിന് ഇറ്റ് ഈസ് ലൈക്ക് വെരി ഹൈ റോൾ ഇൻ യുവർ സക്സസ്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന എൻവയോൺമെൻറ്റിന് വളരെ ഹൈ റോളാണ് ഉണ്ടാവുക. അവിടെ നിന്ന് ഇങ്ങനത്തെ ഡിസ്ട്രാക്ഷൻസ്, നോയ്സുകളൊക്കെ വെച്ചിട്ട് വളരെ പീസ്ഫുള്ളായിട്ട്, കോൺസെൻട്രേറ്റഡ് ആയിട്ട് ലോങ് അവേഴ്സ് ഇരുന്ന് വർക്ക് ചെയ്യാവുന്ന തരത്തിലേക്ക് നമ്മൾ കീപ്പ് ചെയ്ത് വെക്കണം എന്നുള്ളതാണ് കാര്യം. ടോപ്പിൽ സ്ക്രീനിങ് ടെസ്റ്റുകളൊക്കെ വെക്കുന്നത് വഴിയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. സ്ക്രീനിങ് ടെസ്റ്റിൽ നിങ്ങളെ സ്ക്രീൻ ചെയ്ത് ബുദ്ധിമുട്ടിച്ച് ഇടങ്ങേറാക്കുക എന്നുള്ളതൊന്നും അല്ല നമ്മളുടെ ഏറ്റവും വലിയ ഉദ്ദേശം ഉണ്ടാവുക. ഇത്രയും കാലമായിട്ട് വർക്ക് ചെയ്ത ആളുകൾ ഒരു മിനിമം MCQ ലെവലും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവരുടെ വർക്കിംഗ് എബിലിറ്റി എങ്ങനെയാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും. അങ്ങനെ നല്ല വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള, നല്ലോണം വിൽ പവർ ഉള്ള ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് അങ്ങനെ സ്ക്രീൻ ചെയ്തിട്ട് എടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇറ്റ്സ് നോട്ട് ഓൺലി അബൌട്ട് മാർക്ക്, ഇറ്റ്സ് അബൌട്ട് ദ ആറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ് പറയുക. വെൽ ആറ്റിറ്റ്യൂഡ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ ഇരുന്ന് അവരോടൊപ്പം പഠിക്കാൻ കിട്ടുന്ന അവസരം, ദാറ്റ് ഇസ് ലൈക്ക് എ ഗോൾഡൻ തിങ്. ബിക്കോസ് അങ്ങനെ പോയെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മളുടെ ഡിറ്റർമിനേഷനെ നോക്കുക എന്നുള്ളത്. നീറ്റ് പ്രിപ്പറേഷൻ, JEE പ്രിപ്പറേഷൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ വർഷങ്ങളെടുക്കുന്നത്. റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണെങ്കിൽ 1 വർഷവും, ഇനി ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ 2 വർഷമാണ് നമ്മൾ കമ്മിറ്റ് ചെയ്യേണ്ടത്. 2 വർഷം 700 ദിവസം നമ്മൾ കമ്മിറ്റ് ചെയ്യുക എന്നുള്ളത് നല്ല സ്ക്രീൻഡ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ ഇരുന്നെങ്കിലും മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. അതർവൈസ് ദർ ഈസ് എ ഹൈ ചാൻസ് ദാറ്റ് തിങ് നമ്മൾ വഴിയിൽ ട്രാക്ക് സ്ലിപ്പായി പുറത്തു പോകാനുള്ള സാധനങ്ങൾ. സോ ഇതിങ്ങനെ തന്നെ ആലോചിച്ച് നോക്കുക. ഡിറ്റർമിനേഷൻ എന്ന് പറയുന്ന, വിൽ പവർ എന്ന് പറയുന്ന, അംബീഷൻ എന്ന് പറയുന്ന, ആഗ്രഹം എന്ന് പറയുന്ന കാര്യത്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാതെ നമ്മുടെ എൻവയോൺമെൻറ്റിനെ കൂടി ഡിറ്റർമിൻ ചെയ്ത് നിൽക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റിനെ കുറച്ചും കൂടി ക്ലിയർ ചെയ്ത് നോയ്സുകളൊക്കെ കട്ട് ഓഫ് ചെയ്തിരുന്ന് പഠിക്കുന്ന രൂപത്തിലേക്ക് നോക്കുക. സപ്പോസ് ഇഫ് യു ആർ ചൂസിങ് ആൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, ചൂസ് ആൻ ഇൻസ്റ്റിറ്റ്യൂട്ട് വെയർ ദർ ഈസ് സ്ക്രീനിങ് ഹാപ്പൻസ്.